ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. പക്ഷേ ഇപ്പോൾ ഗുരുവായൂരിൽ ആചാര ലംഘനം നടന്ന പശ്ചാത്തലത്തിൽ അവിടെ ശുദ്ധികർമ്മങ്ങൾ നടന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലക്ഷ്യങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചിലർ മുന്നോട്ട് വരുന്നത്? നാം ഇത് ധർമ്മസ്ഥലയിൽ കണ്ടിരുന്നു, അത് നാം ശബരിമലയിൽ കണ്ടിരുന്നു, ഇപ്പോൾ ഗുരുവായൂരിലും കണ്ടിരിക്കുന്നു. എന്തിനാണ് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാത്തവർ ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു കയറുക? അവരാരെങ്കിലും വിളിക്കുകയാണോ അങ്ങോട്ട്? ക്ഷേത്രക്കുളം കുളമാക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അവിടെ വന്ന് റീൽസ് എടുക്കുക. റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ റീൽസ് ആണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാന കാഴ്ച വസ്തു എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പനല്ല കാഴ്ച വസ്തു, റീൽസാണ്. തേര പാര റീൽസ് അങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചുറ്റിനും കാണുന്നതെല്ലാം നടനങ്ങൾ. ശരീരം കുലുക്കിക്കൊണ്ട് റീൽസ് എടുക്കുക, എടുത്ത് അതിനകത്ത് ഇടുക. ഇത് ഒരു ആവേശമായിട്ട്, മയക്ക് മരുന്നേക്കാൾ വലിയൊരു ആവേശമായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. വകതിരിവും വിവേചന ബുദ്ധിയും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയ്ക്കെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ആരാണ്? ഇവരൊരു ബിഗ് ബോസിൻ്റെ താരമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലമുറയ്ക്ക് എൻ്റെ തലമുറയ്ക്ക് നോക്കുമ്പോൾ അതൊരു ബിഗ് ബോറായിട്ടേ തോന്നത്തുള്ളൂ. വീട്ടിലായിട്ടിരുന്ന് വെളിവുകെട്ട് എന്തൊക്കെയോ പറയുന്ന ഒരു ലോജിക്കുമില്ലാത്ത ഒന്നിൻ്റെ ഒരു തരം കാഴ്ച രൂപമാണ് കാണുന്നത്. സഹിക്കാൻ പറ്റാതെ കാണുമ്പോഴെല്ലാം ഞാനത് ഓഫ് ചെയ്യുക. മോഹൻലാലിനെ പോലെ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു മഹാനടൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്ന് അവതാരകനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നുണ്ട്, സങ്കടവും തോന്നുന്നുണ്ട്. എന്തൊരു ഗതികേടാണിത് എന്ന് തോന്നുന്നു. ഇതുപോലെയാണിപ്പോൾ പരിസരം എല്ലാം മറന്നുകൊണ്ട് റീലിൻ്റെ ആവേശ തരംഗങ്ങൾ കേരളമാകെ അലടയ്ക്കുന്നതിൻ്റെ പാലയടിക്കുന്നതിൻ്റെ ഭാഗമായി ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരം സ്വയം മറന്നുകൊണ്ട് അതല്ല, എനിക്കിത് ഗുരുവായൂരിൽ മാത്രം ചുരുക്കുകയാണോ സാറ്? കാരണം ഇതായിരുന്നു ധർമ്മസ്ഥലയിൽ നടന്നത്, ഇതായിരുന്നു ശബരിമല പ്രക്ഷോഭത്തിൽ സ്ത്രീകൾ ശബരിമലയിലേക്ക് കയറണമെന്ന വിധി ചൂണ്ടിക്കാട്ടി രഹന ഫാത്തിമ അടക്കമുള്ളവർ അവിടെ കടന്നു വരികയാണ്. അതെ, ബിന്ദു അമ്മണി അടക്കമുള്ളവർ. വിശ്വാസികളല്ലാത്തവർക്ക് എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് അവർ എന്തിനാണ് കടന്നു വരുന്നത്? അത് കേരളം സുരക്ഷിതമായിട്ടൊരു സ്ഥലമാണ്, ഇതെല്ലാം പേടിക്കാനൊന്നും ഇല്ലെന്നൊരു തോന്നലാണ്. നോക്കൂ, ഞാനത് വിശദീകരിക്കാം. ഇപ്പോൾ ജാസ്മിൻ ജാഫർ അവിടെ പോയി, ഓക്കെ, സന്തോഷമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഭീകര താവളങ്ങളല്ല എന്നതിൻ്റെ ഉദാഹരണമാണ്. അവരെ തലയിലൊരു തുണി ഇടാതെ കണ്ട് സുവർണക്ഷേത്രത്തിൽ പോകും. ഹിന്ദു മതത്തിൻ്റെ തന്നെ മറ്റൊരു ശാഖയാണല്ലോ ഈ സിഖ് മതം എന്ന് പറയുന്നത്. ആ സുവർണ ക്ഷേത്രത്തിനകത്ത് കടന്നു കയറാൻ പറ്റുമോ ഇസ്ലാം വേഷധാരിയായിട്ട്? പറ്റുമോ? ജീവനോടെ പുറത്തു വരില്ല. ഇനി പോകട്ടെ, സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഏതെങ്കിലും ഒരു മസ്ജിദിൽ അവർക്ക് കടക്കാൻ പറ്റുമോ? എല്ലാവരും കൂട്ടം കൂടി നിന്ന് അവരെ അവരുടെ ജീവന് ഭീഷണിയാണ് അതൊക്കെ. ഗുരുവായൂർ, ശബരിമല, ഇതൊക്കെ അവർക്ക് കയറി ചെല്ലാവുന്ന ഇടങ്ങളായതിൽ ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ആർക്കും കയറി ചെല്ലാം ഈശ്വരൻ്റെ സന്നിധാനങ്ങളിലേക്ക്. പക്ഷേ വിശ്വാസത്തിൽ വ്രണമേൽപ്പിക്കാൻ ഇവർക്കാർക്കും അധികാരം കൊടുത്തിട്ടില്ല. ആ കാര്യമെങ്കിലും അവരോർക്കണം. നീറ്റലുണ്ടാക്കാൻ പാടില്ല ഭക്തരുടെ കാര്യത്തിൽ. അപ്പോൾ ഗുരുവായൂരിലെ കാര്യം തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര ലക്ഷം പേരാണ് ഒരു ദിവസം അവിടെ ദർശനം നടത്തുന്നത്? കാത്ത് കെട്ടിക്കിടന്ന് എത്ര മണിക്കൂറുകളാണ് നിന്ന് കഷ്ടപ്പെടുന്നത്? VIP-കളും സ്വാധീനവും ഉള്ളവർക്കൊക്കെ പ്രത്യേക പാസ് വഴി അകത്ത് കയറാൻ പറ്റും. മറ്റേ നമ്മൾ നോക്കണം എത്ര മണിക്കൂറാണ്. വെളുപ്പാൻ രാവിലെ 3 മണിക്കും മറ്റും എണീറ്റ് കുളിച്ച് കണ്ടൊന്ന് തൊഴാൻ വേണ്ടി, കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളാണ് വളഞ്ഞു ഉളഞ്ഞു പോകുന്ന ക്യൂവിൽ നിൽക്കുന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പ്രായമായ സ്ത്രീകൾ, രോഗബാധിതരായിട്ടുള്ള ആൾക്കാർ ആഹാരം പോലും കഴിക്കാതെ ശുദ്ധമായ വയറോടും ശുദ്ധമായിട്ടുള്ള മനസ്സോടും, മനസ്സും വകുസും ശുദ്ധമാക്കിയിട്ട് പോവുകയാണ്. കുളിച്ച് വെളുപ്പാൻ കാലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് പോവുകയാണ്. മണിക്കൂറുകൾ അവരിൽ നിന്ന് ദർശനം നടത്തുന്ന അവരുടെ മനസ്സിലൊരു ഭക്തി പാരവശ്യമുണ്ട്. ആ ഭക്തി പാരവശ്യം കൊണ്ടാണ് അവർ പോകുന്നത്. അതിന് മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഈ നടി അവിടെ വന്ന് റീൽസ് എടുത്തിട്ട്. വേറെ എങ്ങും കിട്ടിയില്ലേ അവർക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്? ഇത്ര 593 കിലോമീറ്റർ ദൂരത്തിലുള്ള കടൽ തീരം നമുക്കുണ്ടല്ലോ, അവിടെ പോയി കുളിച്ചുകൂടി? അവിടുത്തെ ആ ചെറിയ കുളത്തിൽ വന്ന് കുളിക്കണം. അവിടെ അങ്ങനെ വരുമ്പോൾ വകതിരിവില്ലായ്മയാണ് അത് ചെയ്തത്. ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ
ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബോറിലെ നായിക. ഇതൊക്കെ കണ്ടിട്ട് കൈയടിക്കാനും അതിനെപ്പറ്റി പുകഴ്ത്തി പറയാനും ശ്ലാഘിക്കാനും കുറേ ആൾക്കാരുണ്ടെന്നത് കൊണ്ട് താനൊരു ദൈവത്തിനേക്കാളും മുകളിൽ എത്തി എന്ന് വിശ്വസിക്കും അവർ പോയി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ വന്നിട്ട് അവരിപ്പോൾ എന്താ വാർത്തയിൽ പ്രാധാന്യം നേടിയില്ലേ, അതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അറിയുമായിരുന്നു ഈ സംഭവം, അവിടെ വന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക. വകതിരിൽ വിവരമില്ലായ്മയാണ്. മതങ്ങൾ ഉണ്ടാക്കേണ്ടത് ആ ബോധമാണ്. അവരും മദ്രസയിലൊക്കെ പഠിച്ചു കാണുമല്ലോ, അവരുടെ മതപാഠങ്ങൾ അവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുത്തെങ്കിലും അറിയുണ്ടാവും. മറ്റൊരു മതത്തിൻ്റെ വികാരത്തിൽ മുറിവേൽപ്പിക്കരുത് എന്നുള്ള പാഠം കൂടെ വേണ്ടി നിങ്ങളുടെ മതത്തിന് വികാരമേറുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാറില്ലേ? ഒരു ഖുറാനെ ഈ കേരളത്തിൽ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അതിൻ്റെ പേജുകൾ വലിച്ചു കീറി റോഡിലിട്ടാൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവത്തില്ലേ? അതുപോലൊരു ഭക്തി ഹിന്ദുക്കളുടെ മനസ്സിലും ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവരാ മതത്തിൽപ്പെട്ടവരായതുകൊണ്ടും സമാധാനം, അതുപോലെ തന്നെ സ്വൈരം, ശാന്തി, ഓം ശാന്തി ശാന്തി എന്ന് മന്ത്രിക്കുന്നവരായത് കൊണ്ടാണ് ഇതൊക്കെ അങ്ങ് സഹിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് റസൂൽ പൂക്കുട്ടി ഓസ്കാർ വാങ്ങിക്കുന്ന അവസരത്തിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദം ഓം എന്നുള്ളതാണ്. ഓം മന്ത്രത്തിൻ്റെ ശാന്തിയാണത്. അല്ലാതെ കാണാത്ത പാതി ഈ ഒരു ജാസ്മിൻ ജാഫറിനെ നേരിടാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടൊന്നും അല്ല. എല്ലാം സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് റീൽസ് എടുത്തിട്ട് പോകാൻ കഴിയുന്നത്. അതിൻ്റെ അടുത്ത ചടങ്ങ് മതാചാരപ്രകാരം അവിടെ ശുദ്ധീകരണം നടക്കുകയാണ്. ഈ ശുദ്ധീകരണം നടക്കുമ്പോഴാണ് പ്രശ്നം. കാണാൻ കൊതിച്ച് മാസങ്ങളായിട്ട് കാത്തിരുന്നിട്ട് ദൂരയാത്ര നടത്തി വരുന്ന ആളുകൾക്കെല്ലാം ഈ ജാസ്മിൻ ജാഫർ കാണിച്ച ഒരു താന്തോന്നിന്തത്തിൻ്റെ പേരിൽ അവരുടെ ദർശനം മുടങ്ങുകയാണ്. അതാണ് കോടതിയിലേക്ക് എന്തായാലും ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില ഭക്തജനങ്ങൾ പറയുന്നത് ഇപ്പോൾ വീണ്ടും ഈ ശുദ്ധികർമ്മവുമായി ബന്ധപ്പെട്ട് ശുദ്ധികലശവുമായി ബന്ധപ്പെട്ട് കുറെ പണം ചിലവായിട്ടുണ്ടല്ലോ, ആ പണം ഈ സ്ത്രീയിൽ നിന്നും ഈടാക്കണമെന്നാണ് പറയുന്നത്. 100% ഈടാക്കണം. ഇതിനു വേണ്ടി വന്ന ചെലവ് എന്നു മാത്രമല്ല അതിനപ്പുറമുള്ള നഷ്ടപരിഹാരം. ഭക്തജനങ്ങൾ അവിടെ കാത്തുകെട്ടി കിടന്ന് കാണുന്ന അവരുടെ ദർശനം മുടക്കിയതിനുള്ള വേറൊരു നഷ്ടപരിഹാരം കൂടി ഇവരിൽ നിന്ന് മാന്യമായിട്ട് വാങ്ങിച്ചാൽ മതി. ഇവർക്ക് പണമുണ്ടല്ലോ, ബോസിലെ താരമല്ലേ, കോടികളുടെ വരുമാനമുള്ള ആളാണല്ലോ. പാവങ്ങൾക്ക് വേണ്ടി അത്രയും ഒന്ന് വാങ്ങിച്ചിട്ട് പാവങ്ങളുടെ ദർശനം സുസാധ്യമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്യേണ്ടതാണ്, തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ. ഇപ്പോൾ ശാർക്കര ക്ഷേത്രം അവിടെ ഒരു പുതിയ കെട്ടിടം പണിയാൻ ഫണ്ട് കൊടുത്ത് പ്രേം നസീറാണ്. അതുപോലൊരു മാതൃക ഈ സ്ത്രീ കാണിക്കണം എന്നാണ് അഭിപ്രായം. അങ്ങനെ അത് ഒത്തുതീർപ്പായിട്ട് സ്വൈരമായിട്ട് ശാന്തമായിട്ട് പരിഹരിക്കപ്പെടണം. ഈ ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് ഇവർ മാപ്പും ചോദിക്കണം. അതാണ് വേണ്ടത്. ഗുരുവായൂർ നടയിലൊക്കെ ഗുരുവായൂരപ്പൻ്റെ പടം വരച്ചിട്ട് നിയമ നടപടി എടുക്കണം. കൃത്യമായിട്ട് നിയമ നടപടി ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ആരുടെയാ? ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആരാ? കേരള ഗവൺമെൻറ്. അവരുടെ ആഭ്യന്തര വകുപ്പ് വല്ലതും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടാവില്ല. റഹ്മാ ഫാത്തിമയ്ക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ തുടങ്ങിയതല്ലേ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇടപെട്ടല്ലേ. ഇതിപ്പോൾ ഈ ജാസ്മിൻ ജാഫറിനല്ല പ്രശ്നം, കേരള ഗവൺമെൻറ്റിനാണ് ഇവരെയൊക്കെ അപമാനിക്കണമെന്നുള്ള പ്രശ്നമുള്ളത്. അതിനാണല്ലോ MK സ്റ്റാലിനെ വിളിച്ചത്. ഇപ്പം പ്രതിഷേധത്തിൻ്റെ ജ്വാല കണ്ടിട്ട് അദ്ദേഹം ഭയന്ന് പിന്മാറിയതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് പറഞ്ഞ ധർമ്മസ്ഥലയും കൂടെ പറഞ്ഞു നിർത്താം. ധർമ്മസ്ഥലയിൽ നമ്മുടെ അർജുൻ്റെ ലോറിയുടെ ഉടമയായിട്ടുള്ള ആളാണ് മുനാഫ്. അവിടെ പോയിട്ട് അവിടെ എല്ലാം പീഡനങ്ങൾ നടത്തുന്നു. എൻ്റെ മുനാഫെ പറയൂ, നിങ്ങൾ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രത്തിൽ പോയി ആ കുളം കലക്കരുതെന്ന് ഈ ജാസ്മിൻ ജാഫറിനോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കർണാടകത്തിൽ പോയിട്ട് അവിടെ ലോ ആൻഡ് ഓർഡർ നോക്കാതെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ ഇതിങ്ങനെ തന്നെ നിൽക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അവിടെ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമില്ലാഞ്ഞിട്ടൊന്നുമല്ല, കഴിവില്ലാഞ്ഞിട്ടും ചുണയില്ലാഞ്ഞിട്ടുമല്ല. ആ മതം സംരക്ഷിച്ചു പോരുന്ന കാത്തുപോരുന്ന സനാതന അല്ല, പിണറായി വിജയൻ്റെ പോലീസിനെ പേടിച്ചിട്ടുമല്ല, ആ സനാതന ധർമ്മം കൊണ്ടാണ് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവാതിരുന്നത്, ചോര ചൊരിയാഞ്ഞത്, കിണറുകളിൽ ചോര പൊടിയാതിരുന്നത്. വർഗീയ ലഹളയുടെ വിഭജനത്തിൻ്റെ ഒക്കെ കാലത്തെ പോലെ. ആ കാര്യം ദയവായിട്ട് മുനാഫൊന്നും മനസ്സിലാക്കൂ, ഈ സ്ത്രീയെ ഉപദേശിക്കൂ. അങ്ങനെയുള്ള കലാപങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മതവികാരം എന്ന് പറയുന്ന ഒരു മതത്തിന് മാത്രമുള്ളതല്ല മുനാഫ് എന്ന് ഓർക്കുക. നിങ്ങളവിടെ പോയിട്ട് ധർമ്മസ്ഥലയിൽ പോയി കുളം കലക്കിയിട്ടും നിങ്ങൾക്കൊരു പരിക്കുമേൽക്കാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല എന്നുള്ളതും കൂടി ദയവായിട്ട് മനസ്സിലാക്കുക
ഇപ്പുറത്തുണ്ട്. ആ വികാരം അത് കൽമഷം ആക്കി തീർക്കണമെന്നും അത് പിന്നെ ചെളിവെള്ളമാക്കി ആ ചെളിവെള്ളത്തിൽ നിന്നും മീൻ പിടിക്കണമെന്നും ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അതിന് വഴിമരുന്നിട്ട് കൊടുക്കരുത്. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മളെല്ലാം കൂടി പങ്കിടേണ്ടതായിട്ട് വരും. അത് ഓർക്കുക.